ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രകാശനം ഡിസ്ചാർജ് ആയിട്ട് കല്യാണിയും കിരണും കൂടി കൊണ്ടുവരുന്നത് കല്യാണിയുടെ വീട്ടിലേക്കായിട്ടോ. അങ്ങനെ കാദംബരി പറയണ്ട, അച്ഛാ കല്യാണിയുടെ വീട്ടിലേക്കാണ് ഇപ്പൊ പോണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണേ അച്ഛാ എന്ന് പറയുമ്പോൾ കല്യാണിയും അതുപോലെ തന്നെ കിരണും പറയണ്ട്, കാദംബരി ചേച്ചിക്കും രതീഷേട്ടനും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് വന്ന് നിൽക്കാലോ, നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നിട്ട് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് സമയം കിട്ടണ്ടേ കിരൺ, അതുകൊണ്ടാ. എന്തായാലും ഒരു കാര്യം ചെയ്യും, ഞായറാഴ്ച നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം, എല്ലാരും വീട്ടിലേക്ക് വാ, കാർത്തിശ്വര വിവാഹമൊക്കെ ഉറപ്പിക്കണ ഒരു ഇതല്ലേ, അപ്പൊ ഡ്രസ്സ് എടുക്കാനും ആഭരണം മേടിക്കാനൊക്കെ ഒരുമിച്ച് അങ്ങ് പോകാം, എന്തായാലും അച്ഛനും ഉണ്ടാവില്ല, നമുക്ക് ഈ കല്യാണം ഒരു ആഘോഷമാക്കണം എന്ന് പറയാണ്. പ്രകാശം പറയണ്ട്, മോൻ പറഞ്ഞത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷെ മനസ്സിലെവിടോ വല്ലാത്ത പേടി പോലെ തോന്നുക എന്ന് പ്രകാശം പറയാണ്. എന്തിനാ അച്ഛാ പേടിക്കണത് എന്ന് കല്യാണം ചോദിക്കുമ്പോൾ, അല്ല നമ്മൾ ഒരുപാട് സന്തോഷിക്കും, പക്ഷേ ഈ ഗംഗപ്രസാദോ വിക്രത്തിന് വലിയ പേടി എനിക്കില്ല, പക്ഷെ ഗംഗപ്രസാദ് അവനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഒരു പേടി പോലെ. പ്രത്യേകിച്ച് കാർത്തികമ്മളുടെ വിവാഹം എന്ന് പറയുമ്പോൾ അവൻ എന്തായാലും ജയിലിൽ ചാടും, അവന്റെ ആൾക്കാർ ആരെങ്കിലൊക്കെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് ജയിലിലുള്ള അവൻ ഈ കാര്യം അറിയാൻ ചാൻസ് ഉണ്ട്, എങ്ങനെയെങ്കിലും അവൻ പുറത്ത് കിടക്കും. മോനെ കിരണെ, അച്ഛനോടൊന്ന് പറയണം, എങ്ങനെയെങ്കിലൊക്കെ അവന്റെ നീക്കങ്ങളൊക്കെ ഒന്ന് അറിയാണ്ട് അവനെ നോക്കാൻ വേണ്ടി തന്നെ പോലീസുകാരെ വെക്കാൻ വേണ്ടിയൊക്കെ പറയണം കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്തോളാം, അച്ഛൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കിരൺ, പക്ഷെ ചെയ്യുന്നുണ്ട് പറയണ മാത്രമേ CS ഒന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. കാരണം സ്റ്റെഫി ജയിലിലേക്ക് വരുമ്പോ ആ ഫോട്ടേജും കാര്യങ്ങളും നോക്കിയാൽ പോരെ, ഗംഗപ്രസാദ് ആരൊക്കെ ജയിലിൽ വരുന്നെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്റ്റെഫിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ, പക്ഷെ അതൊന്നും തന്നെ ചെയ്യുന്നില്ല. അങ്ങനെ CS എല്ലാം ചെയ്യുന്നുണ്ട്, ഗുണ്ടകളെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും CS അവിടെയൊന്നുമില്ല, രൂപയുടെ കൂടെ തന്നെയാണ് എപ്പോഴും ഇരിപ്പ്. എന്തായാലും കിരൺ പറയണ്ട, അച്ഛനെല്ലാം ചെയ്തിട്ടുണ്ട് ഒന്ന് പേടിക്കണമെന്ന് പ്രകാശിനോട് പറയുന്നുണ്ട്. അങ്ങനെ കിരണും കല്യാണിയും കൂടിയിട്ട് ഡിസ്ചാർജ് ആയിട്ട് പ്രകാശിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാട്ടോ. ആ സമയത്ത് നമ്മുടെ ദീപ പ്രകാശനം കാത്ത് ഇങ്ങനെ കണ്ണു നട്ടിങ്ങനെ കാത്തിരിക്കുകയാണ്. ബൈജു വരുന്നുണ്ട്, ദീപേച്ചി കുറെ നേരമല്ല കാത്തിരിക്കണത്, മോളും മരുമാറ്റും വരുന്നത് കാത്തിരിക്കുകയാണോ? പോടാ അവിടെ നിന്ന്, അവരെപ്പോഴും ഇവിടെ വരാറുള്ളല്ലേ. ഓ മനസ്സിലായി, ഭർത്താവ് വരുന്നത് കാത്തിരിക്കായിരിക്കും അല്ലെ. എടാ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രകാശേട്ടന് വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു, പിന്നെ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം കൊണ്ടാണ് ഞാൻ അയാളെ വെറുത്തു പോയത്. ആദ്യമൊക്കെ വലിയ വെറുപ്പില്ലായിരുന്നു, പിന്നെ കല്യാണിമോട് ഒരുപാട് അധികം അവഗണന കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് വെറുപ്പായത്. പിന്നെ ഇപ്പോ പ്രകാശേട്ടൻ കാണുമല്ലേ കിരൺമോന്റെ അച്ഛനും അമ്മയും ജീവനോട് ഇരിക്കുന്നത്, അത് മാത്രല്ല കിരൺമോനും ജീവനോട് ഇരിക്കുന്നതൊക്കെ കാരണം പ്രകാശേട്ടൻ തന്നെയാണ്. പ്രകാശൻ എത്ര പേരുടെ ജീവനാ രക്ഷിച്ചത്. അങ്ങനെയുള്ള പ്രകാശേട്ടന് ഇനിയുള്ള കാലം സന്തോഷവും സമാധാനവും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് എന്ന് ദീപ പറയുമ്പോ ബൈജു പറയുന്നുണ്ട്, അത് വളരെ നല്ലതാണ്, ദീപേച്ചി മാത്രല്ല ഞങ്ങളും ഫുൾ സപ്പോർട്ട് ഉണ്ട്. പ്രകാശേട്ടന് ഇനിയുള്ള കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവിടെ തന്നെ നിൽക്കണം. അല്ല ദീപേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാൽ ദീപേച്ചി ഒന്നും വിചാരിക്കരുത്, എന്താണെങ്കിലും ചോദിച്ചോ എന്ന് ദീപ പറയുമ്പോ, അല്ല ശരിക്കും പറഞ്ഞാൽ പ്രകാശേട്ടന്റെ ദീപേച്ചി മാത്രമല്ലല്ലോ, ആദ്യ ഭാര്യ എന്ന് പറഞ്ഞ ലക്ഷ്മിയേച്ചിയാണല്ലോ, അപ്പോ ലക്ഷ്മിയേച്ചിയുടെ വീട്ടിൽ പോയാൽ ദീപേച്ചിക്ക് വിഷമാകോ? അത് അങ്ങനെയൊന്നും ഇല്ലടാ എന്ന് പറയാണ്. എനിക്കറിയാം, എന്തൊക്കെ പറയാലും ഭർത്താവ് എന്ന് പറഞ്ഞ എല്ലാവർക്കും പോസിറ്റീവ്നെസ് തന്നെയാ. ദീപേച്ചിയുടെ കൂടെയാണല്ലോ പ്രകാശേട്ടൻ കുറെ നാള് നിന്നത്, ലക്ഷ്മിയേച്ചിയുടെ കൂടെ വളരെ കുറച്ച് നാളല്ലേ നിന്നുള്ളൂ, ആകെ 3-4 മാസമല്ലേ നിന്നുള്ളൂ, അതിനുശേഷം അവരെ വിട്ടിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ദീപേച്ചിക്കായിരിക്കും കൂടുതലൊരു ഇഷ്ടമല്ലേ. പോടാ, അങ്ങനെയൊന്നുമില്ല, 2 വീട്ടിലും മാറി മാറി നിൽക്കാനാണ് മക്കള് പറഞ്ഞേക്കണത്. അറിയാം, എന്നാലും ദീപേച്ചിക്ക് ഇവിടെ നിർത്തണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടല്ലേ. ഈ ചെക്കൻ്റെ ഒരു കാര്യം, എടാ ഞങ്ങളെ പ്രായമായി വയസ്സായ ആൾക്കാരാണ്, ചെറുപ്പക്കാരൊന്നല്ല കേട്ടല്ലോ എന്നൊക്കെ ദീപ പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ പ്രകാശിനെയും കൂട്ടിക്കൊണ്ട് കിരണും കല്യാണിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പ്രകാശിനെ താങ്ങി പിടിക്കാണ് കിരണും കല്യാണിയും കൂടി. പ്രകാശം പറഞ്ഞോ, ഒരു കുഴപ്പമില്ല മക്കളതെ, എനിക്കൊരു കുഴപ്പമില്ല, അച്ഛൻ അങ്ങനെ കുഴപ്പമില്ലെന്നൊക്കെ പറയും, പക്ഷെ അച്ഛന് നല്ല ക്ഷീണമുണ്ട്, ഇനി അച്ഛന്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ കുറച്ചു ദിവസം ലീവ് എടുത്തിരിക്കുക എന്ന് കല്യാണി പറയാണ്. എന്തിനാ മോളെ ലീവ് എടുത്തിരിക്കുന്നത്? ദേ കാർത്തിക മോളുടെ കല്യാണമൊക്കെയാ വരുന്നത്, ആ സമയത്ത് ലീവൊക്കെ ഒത്തിരി വേണ്ടതല്ലേ, ഇപ്പൊ മക്കള് ലീവ് ഒന്നും എടുക്കണ്ട, അത് പറ്റില്ല, അച്ഛനെ 2 ആഴ്ചകളും എനിക്ക് ഇരുത്തി തന്നെ നോക്കണം എന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, എന്റെ കല്യാണി നീ നോക്കണ്ട കല്യാണി, അച്ഛനെ നോക്കാൻ ഇവിടെ അമ്മയുണ്ടല്ലോ, അമ്മയെ അത് ആഗ്രഹിക്കുന്നുണ്ടാവും, അച്ഛനും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ അച്ഛാ. ദേ മക്കൾ എന്താ ഇങ്ങനെയൊക്കെ പറയണത്, ഞങ്ങളെ ചെറുപ്പക്കാരൊന്നുമല്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായി. അതെ, പക്ഷെ ഒരുപാട് നാൾ പിരിഞ്ഞിട്ട് വീണ്ടും ഒന്നിക്കല്ലേ. ഇപ്പൊ എന്റെ അച്ഛനെ അമ്മേനെ തന്നെ നോക്ക്, 25 വർഷം പിരിഞ്ഞു ജീവിച്ചു, അത് കഴിഞ്ഞ് അവർ ഒന്നിച്ചപ്പോഴും അവരുടെ വിവാഹം തന്നെ ഞങ്ങൾ നടത്തി കൊടുത്തു. വിവാഹം, അതുപോലെ തന്നെ അവരുടെ മധുവിധു ഹണിമൂൺ ട്രിപ്പ് എല്ലാം ഞങ്ങൾ ആഘോഷിച്ചില്ലേ, അതുപോലെ കല്യാണിയുടെ അമ്മേന്റെയും അച്ഛന്റെയും വിവാഹം നടത്തിയാലോ ഒന്നും കൂടി എന്ന് പറയുമ്പോ കിരണേട്ട വെറുതെ ഇരിക്കട്ടോ, അച്ഛന് നാണം വരും, അമ്മക്കും നാണം വരും, വെറുതെ ഇരിക്കും കിരണേട്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ പ്രകാശനം കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറാണ്. അപ്പൊ ദീപ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാട്ടോ. അപ്പൊ കിരൺ പറയണ്ട്, ദേ അച്ഛ കണ്ടില്ലേ, നോക്കിക്കേ അമ്മ കണ്ണും നട്ട് കാത്തിരിക്കുക അച്ഛന എന്ന് പറയുമ്പോഴേക്കും ദീപ വേഗം തന്നെ വേഗം അകത്തേക്ക് വിട്ട് ഇങ്ങനെ ആരതി ഒഴിയാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാണ്. നിക്ക് ആരതി ഒഴിഞ്ഞിട്ട് കയറാം എന്ന് പറഞ്ഞിട്ട് ആരതിയൊക്കെ ഒഴിയുന്നുണ്ട്. പ്രകാശനും ഭയങ്കര സന്തോഷമാവാണ്. പ്രകാശം വലത് കാലിച്ചിട്ട് അകത്തേക്ക് കയറുവാട്ടോ. പ്രകാശൻ ചോദിക്കണ്ട്, ദീപൻ സുഖല്ലേ? ആ സുഖം പ്രകാശേട്ടാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്.
നീ കണ്ടില്ലേ എന്റെ മക്കളുടെ സ്നേഹം, ഞാൻ അവര് ദുരിതങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അവർ എന്നെ സ്നേഹിക്കുന്നത് നീ കണ്ടില്ലേ ദീപേ, എന്നെ മക്കൾ സ്നേഹിച്ച് കൊല്ലുക എന്ന് പറയാണ്. ആ പ്രകാശ് ഏട്ടൻ ഞാൻ മുമ്പേ പറയാറില്ലേ, അവസാന കാലഘട്ടത്തിൽ നമുക്ക് പെൺമക്കളെ ഉണ്ടാവുള്ളൂ എന്ന്. സ്നേഹിച്ച് കൊഞ്ചിച്ച് വളർത്തുന്ന മക്കളൊക്കെ ഇപ്പൊ എവിടെ പോയി? അതന്നെയാ ഞാൻ പ്രകാശോട് മുമ്പ് പറയണ്ടായിരുന്നത് എന്ന് പറയുമ്പോ, ഇനിയിപ്പൊ അതൊന്നും പറയണ്ട അമ്മേ, ഞാൻ അമ്മടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു. അയ്യോ ഞാനൊന്നും പറഞ്ഞതല്ല, നിന്റെ അച്ഛനെയും കൂടെ പറഞ്ഞപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ. ദേ അച്ഛന് നല്ല റെസ്റ്റ് വേണം, എന്തായാലും അമ്മ തന്നെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിനെന്താ, ഞാൻ നോക്കിക്കോളാം. അതെ അമ്മയുടെ റൂമിനാട്ടോ അച്ഛനെ കിടത്താൻ പോണത്. ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശന് കിരണും കല്യാണിയും കൂടി ദീപയുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തുവാട്ടോ. കിരൺ പറയുന്നുണ്ട്, കല്യാണി നമുക്ക് അപ്പുറത്തേക്ക് പോവാം, അവർക്ക് സംസാരിക്കാനൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ദീപ, ഈ മക്കൾ എന്താ ഇങ്ങനെയൊക്കെ, ദേ വെറുതെ ഒന്ന് പറയല്ലോ കേട്ടോ, പ്രായമെങ്കിലും അമ്മക്കും അച്ഛനും നല്ലത് നാണുണ്ടല്ലേ കല്യാണി, കിരണേട്ടാന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് കിരണിനെ കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോവാണ്. വാതിലടക്കുന്നുണ്ട് കിരണും കല്യാണിയും. അതിനുശേഷം ദീപയുടെ അടുത്തേക്ക് പ്രകാശൻ ഇരിക്കുകയാണ്. ദീപ എടുത്ത് പ്രകാശൻ പറയുന്നുണ്ട്, സത്യം പറയാലോ ദീപെ, നിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ വല്ലാത്തൊരു സമാധാനാണെന്ന് പറയണം. ദീപ പറയുന്നുണ്ട്, അതേ പ്രകാശേട്ടാ, എത്ര വർഷത്തിന് ശേഷം പ്രകാശേട്ടന്റെ അടുത്തൊന്ന് സമാധാനത്തോടെ ഇരിക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി മാത്രമേ ഞാനിങ്ങനെ ഇരുന്നിട്ടുള്ളൂ എന്ന് പറയാണ്. അതിനുശേഷം പിന്നീട് കുഞ്ഞാകോ ഗർഭിണിയാകോ കുഞ്ഞാവാണെങ്കിൽ എന്ത് കുഞ്ഞാണെന്നൊക്കെ അറിയാൻ പ്രകാശന്റെ തിടുക്കുമായിരുന്നല്ലോ. എന്തായാലും ഇനി നമുക്ക് സന്തോഷവും സമാധാനത്തോടെ ജീവിക്കണം. അതേ ദീപേ, നിന്റെ മക്കളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കണം. എന്റെ കൂടെ മാത്രല്ല, ലക്ഷ്മിയച്ഛനെ മറക്കരുത്, ലക്ഷ്മിയച്ഛയുടെ കൂടെയും ജീവിക്കണം. അതിനെന്താ ദീപേ, ഞാൻ എല്ലാവരുടെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങൾ എന്നെ സ്നേഹിച്ചു കൊല്ലുവല്ലേ, എനിക്കിപ്പോ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, കാർത്തികമുള്ള വിവാഹം കഴിഞ്ഞിട്ട് മരിക്കണോന്നായിരിക്കും. അങ്ങനെയൊന്നും പറയണ്ട, കാർത്തികമുള്ള കുഞ്ഞിനെ കാണണ്ടേ, അത് മാത്രല്ല അവർക്ക് പിള്ളേരൊക്കെ വലുതാവുന്നത് കാണണ്ടേ, അവിടെ നമ്മുടെ ചുറ്റിരുന്ന് കളിക്കുന്നതൊക്കെ പ്രകാശേട്ടനെ കാണണ്ടേ. അതുകൊണ്ട് മരണത്തിന്റെ കാര്യമൊന്നും ഇപ്പൊ പറയണ്ട, അത്രയുള്ള ആയുസൊക്കെ ദൈവം എനിക്ക് തരുമോ ദീപേ, അത്രയും നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പ്രകാശേട്ടാ നോക്ക്, നമ്മുടെ മക്കൾ നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഗുണം പ്രകാശേട്ടന് കിട്ടും. അതുകൊണ്ട് പ്രകാശേട്ടൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. കല്യാണി മോളുടെ കൂടെ കാർത്തിക മോളുടെ കൂടെ കാദംബരി മോളുടെ കൂടെയൊക്കെ സുഖമായിട്ട് പ്രകാശൻ ഒരുപാട് നാള് ജീവിക്കും. പിന്നെ ഇപ്പൊ 2 മരുമക്കൾ പ്രകാശേട്ടനുണ്ട്, കിരണും അതുപോലെ തന്നെ രതീഷും. ഇപ്പൊ മൂന്നാമതൊരാള് വരാൻ പോവാ, ദിലീപ് എന്ന് പറയാണ്. അവര് മാത്രല്ല ദീപേ, ബൈജു, അവരൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ. അവന്റെ വിവാഹം നടത്തണം, കാർത്തികനൊന്ന് കഴിയട്ടെ, അവനെ ഒരു നല്ല പെൺകുട്ടിനെ കണ്ടുപിടിക്കണം. പാവം എത്ര നാളെ കിരണിന്റെ കൂടെ ഒരു സാരഥി പോലെ. കിരണും കല്യാണി വീട്ടിൽ നിന്ന് കിരണിന്റെ അമ്മയും അച്ഛനും പറഞ്ഞയച്ചില്ല, സോറി അച്ഛനല്ല അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചപ്പോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കിരണും കല്യാണി നിന്നപ്പോ അന്ന് അവരുടെ കൂടെ ബൈജുവേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ തുച്ഛമായ പൈസ കൊടുത്തിട്ടാണ് അവർക്ക് ഭക്ഷണം പോലും വാങ്ങിക്കൊടുത്തത്. അതൊന്നും മറക്കരുത്. ബൈജുവിനെ നമ്മുടെ മകനായിട്ട് തന്നെ കാണണം. പിന്നെ കൊച്ചുമക്കളെ എല്ലാവരും കണ്ണ് നിറഞ്ഞിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്നൊക്കെ പറയാണ്. എന്തായാലും ദീപയും പ്രകാശനും പുതിയ ജീവിതം തുടങ്ങി കേട്ടോ. ഇനി ലക്ഷ്മി അമ്മക്ക് അതിന്റെ ഉള്ളത്ത് എന്തെങ്കിലും പൊസസീവ്നെസ്സോ ദേഷ്യമോ വരുമോ എന്നുള്ളതാണ് നമുക്കിനി കാണേണ്ടത്. എന്തായാലും ചെറിയ കുശുമ്പൊക്കെ ഉണ്ടാകും, കാരണം എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവാണല്ലോ, ഭർത്താവ് തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു കുശുമ്പ അസൂയൊക്കെ കാണുമായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.